എനിക്ക് ഒരു കണ്ടീഷനുണ്ട്. പറയൂ, കേക്കട്ടെ. എനിക്ക് 50 ലക്ഷം രൂപ പോരാ, ഒരു 75 ലക്ഷം രൂപ വേണം. അത് പറ്റില്ല. ശ്യാമേ, ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ഞാൻ ഡിവോഴ്സായി പോയാ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ശ്യാമേ? ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ? 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്ന ഉറപ്പാണ്. ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം. ആലോചിക്കാനൊന്നുമില്ല, സമ്മതിക്ക് ശ്യാമേ. എന്റെ അരുണേട്ടന്റെയും അശ്വതീച്ചയുടെയും ജീവിതം എനിക്ക് വലുത്, ശ്രീകുട്ടിയുടെ സന്തോഷം വലുത്. അങ്ങോട്ട് സമ്മതിക്ക് ശ്യാമേ. ശരി, സമ്മതിച്ചിരിക്കുന്നു. വാക്കാണല്ലോ. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. ഇരിക്കും. അപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിടാൻ ഒടുവിൽ ഐശ്വര്യ സമ്മതിച്ചു അല്ലേ? ഞാൻ ചോദിച്ചതിന് ഐശ്വര്യ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒപ്പിടാം. ഡിവോഴ്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്നാലും ഒരു കുടുംബ ബന്ധത്തിൽ രണ്ടാളും തമ്മിൽ യാതൊരു കാരണവശാലും ഒത്തുപോകുന്നില്ലെങ്കിൽ മാന്യമായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. മനസ്സിലായില്ല? സാറിന് ഫോൺ വിളിച്ചപ്പോ വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞില്ലേ? എനിക്ക് ഒരു 75 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്, അതാ. അപ്പൊ പണത്തിന് വേണ്ടിയാണോ വിവാഹബന്ധം വേണ്ടാന്ന് വെക്കുന്നേ? സത്യത്തിൽ അതുതന്നെയാ കാരണം. ഞാൻ ഇതിന് സമ്മതിക്കാതെ ശ്യാമ 75 ലക്ഷം രൂപ തരില്ലല്ലോ. അപ്പൊ ഐശ്വര്യക്ക് ഇപ്പോഴും അരുണിന്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ആഗ്രഹം? അതെ. ഇങ്ങനെ സന്ദർഭം അനുസരിച്ച് വാക്ക് മാറാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കിത് പറ്റില്ല സർ. ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കില്ല. അയ്യോ ശ്യാമേ, അങ്ങനെ പറയല്ലേ. ഒരു വാക്കുമാറ്റവും ഇല്ല. എനിക്ക് സമ്മതം, 100 വട്ടം സമ്മതം. ഡിവോഴ്സ് പെറ്റീഷൻ എടുക്ക. ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത്? പറ വക്കീലെ. പറഞ്ഞ വാക്ക് ഞാൻ മാറില്ല. 75 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. 75 ലക്ഷം രൂപ ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതാ സേഫ്. അതെ സർ, അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. വക്കീലെ, ശ്യാമ വാക്ക് പറഞ്ഞ വാക്ക. എനിക്കാ പേടിയൊന്നുമില്ല. രൂപ ഉറപ്പായിട്ടും ശ്യാമ തരും. എവിടെ ഞാൻ സൈൻ ചെയ്യേണ്ടത് പറയൂ. ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി കോടതി കാണാം. യാതൊരു പ്രശ്നമില്ലാതെ ഡിവോഴ്സ് നടക്കും. ഓക്കെ സർ, ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു സർ. ശരി.
ഐശ്വര്യ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ കാട്ടിയത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. ആ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുതായിരുന്നു. ആ ശ്യാമയുടെ അതിബുദ്ധിയാ ഇതെല്ലാം. ആയിരിക്കാം, പക്ഷേ ജയേഷിന് കൊടുക്കാനുള്ള 30 ലക്ഷം രൂപ, പിന്നെ മമ്മിക്ക് എക്സ്ട്രാ 20 ലക്ഷം രൂപ, ഇതൊക്കെ ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കാനാ? അതെ, കാര്യങ്ങളൊക്കെ ശരിയാ. അരുണുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ നിന്റെ ഗതി എന്താവും? എങ്ങനെ ഇത്രയും സെറ്റപ്പിൽ പിന്നെ നീ ജീവിക്കും? അത് നീ ഓർത്തിട്ടുണ്ടോ? എന്റെ മമ്മി അതിനെല്ലാം വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു വഴി? ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് കരുതി ഇന്നോ നാളെയോ ഡിവോഴ്സ് നടക്കില്ലല്ലോ. കോടതിയിൽ അരുണിനോട് ഞാനൊരു വലിയ തുക ജീവനാംശം ചോദിക്കും. എനിക്കും മമ്മിക്കും 2 തലമുറ അടിച്ചു പൊളിച്ച് കഴിയാനുള്ള അത്രയും തുക. പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞാലും അരുൺ അശ്വതിയുടെ ഒപ്പം സുഖിച്ച് കഴിയില്ല. അശ്വതി ജയേഷിനൊപ്പം ജീവിക്കും. അതിനുള്ള വഴി ഞാനും ജയേഷും കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്ക് വേണ്ടത് മണി പവറാ. അത് ഞാൻ നേടിയെടുക്കും, ആനന്ദ നിലയത്തിൽ നിന്ന് തന്നെ. ഞാൻ എല്ലാം നേടി ആനന്ദ നിലയത്തിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം ആ കുടുംബത്തിലെ എല്ലാവരുടെയും തകർച്ച ഉറപ്പാ. അതിനുള്ള പ്ലാനിങ്ങിലാ ഞാൻ. എന്റെ പ്രതികാരം അത്. എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? എന്താ പറ്റിയേ? ശ്യാമേ, നിന്നെ ഓർത്ത ശ്യാമേ, നീ എനിക്ക് വേണ്ടി ഇത്രയൊരു ത്യാഗം ചെയ്യേണ്ടിയിരുന്നില്ല. മനുഷ്യരെക്കാളും വലുതല്ലല്ലോ ചേച്ചി ക്യാഷ്. എന്റെ അരുണേട്ടനും അശ്വതി ചേച്ചിക്കും നമ്മുടെ ശ്രീകുട്ടി മോക്കും വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ 3 പേരും അത്രയ്ക്ക് വേദനിച്ചതല്ലേ? ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവണ്ടേ? ശ്യാമയുടെ ഈ സ്നേഹത്തിന് എത്ര ജന്മം കൊണ്ടാ എനിക്ക് പകരം ചെയ്യാൻ പറ്റുക? ഹേ, ഒരിക്കലും അതിന് പറ്റില്ലെന്നാ തോന്നുന്നു. ഒന്നും വേണ്ട ചേച്ചി. നിങ്ങൾ 3 ആളും സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞാ മതി. പക്ഷെ ശ്യാമേ, നീ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ 75 ലക്ഷം രൂപ. അതിങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം സന്തോഷം ഇതിനേക്കാളും വലുതല്ല ക്യാഷ് എന്ന് പറയുന്നത്. എല്ലാം എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാ. ഇനി ആരൊക്കെ എന്തൊക്കെ എതിർത്ത് പറഞ്ഞാലും കണ്ണൻ അനുഗ്രഹിച്ചു തന്ന ആ കാശ് ഞാൻ ഏറ്റവും നല്ലൊരു കാര്യത്തിനെ മുടക്കിയിരിക്കുന്നു. എന്റെ കണ്ണൻ എന്റെ മനസ്സറിയാം. അത് മതി എനിക്ക്. ചേച്ചി ഇതൊന്നും ഓർത്ത് ഒരു വിഷമവും വേണ്ട. ഇതൊന്നും ഒരു ത്യാഗമായിട്ടും കാണണ്ട. എന്റെ കൃഷ്ണന്റെ ആഗ്രഹം അത് ഞാൻ നടപ്പാക്കി. അങ്ങനെ കരുതിയാൽ മതി. പാവം കുട്ടി, അവൾ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. അരുണിനെ കണ്ടില്ലല്ലോ. ഓ, എന്നോട് പിണക്കമാവും. സോപ്പിങ്ങിന് 2 ഡയലോഗ് പറയാം, താനെ ശരിയായിക്കോളും. അരുൺ അരുൺ വന്നല്ലോ. എത്ര സമയമായി? അരുൺ ഇപ്പൊ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. അരുൺ എന്നെ എത്ര വെറുക്കാൻ ശ്രമിക്കുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ അരുണിനെ സ്നേഹിക്കാൻ ശ്രമിക്കും. നോക്കിക്കും. അതാ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. സത്യത്തിൽ എന്റെ സ്നേഹം അരുൺ തിരിച്ചറിയാഞ്ഞിട്ടാ. ശരിക്കും ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സാ എനിക്ക്.
എനിക്കറിയാം അരുണ് ദേഷ്യ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തി. അരുണിന്റെ മുഖം കണ്ട് ശരിക്കും ഞാനാ തെറ്റിദ്ധരിച്ചത്. അരുൺ റൂമിൽ തന്നെ കിടക്കാൻ വന്നതല്ലേ? കിടന്നു. ഞാനിനി ഒന്നും സംസാരിക്കുന്നില്ല. സമാധാനത്തോടെ കിടന്നോട്ടോ. ഞാൻ ലൈറ്റ് ഓഫ് ആക്കാം. അരുൺ, എവിടെ പോവാ? ഇനി നമ്മുടെ ഡിവോഴ്സിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ എന്റെ സമ്മതത്തോടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുകയും ചെയ്തു. എന്തായാലും തമ്മിൽ പിരിയുന്നു. നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയാം. അതല്ലേ നല്ലത്? അരുൺ, എന്തെങ്കിലും പറ. എന്നെ വഴക്ക് പറയെങ്കിലും ചെയ്. എനിക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. അരുൺ ഇന്ന് ഇവിടെ ഈ ബെഡിൽ കിടക്കണമെന്ന് എനിക്ക് വാശിയാ. അരുൺ നിക്ക്. ഞാൻ വിടില്ല. നമ്മുടെ ബെഡ്റൂമിൽ കിടന്നാ മതി എന്ന്. അരുൺ പോവരുത്. മാറിന്നോ? ഇന്നിങ്ങനെ മുറിക്ക് പുറത്തരും. മനസ്സിലായി. അശ്വതി താഴെ റൂമില്. അത് ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ഉറപ്പാ, ഇത് അരുണും അശ്വതിയും ഒത്തുചേർന്നുള്ള പ്ലാനിങ്ങാ. കുറച്ചു കഴിയുമ്പോ അരുണും അശ്വതിയുടെ റൂമിൽ പോകാനുള്ള അടവാ. ശരിയാക്കി കൊടുക്കും ഞാൻ. സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? അതും ശ്യാമ എന്നോടോ? എന്തിനു? സാറിനോടൊരു വാക്കുപോലും ചോദിക്കാതെയാ ഐശ്വര്യടത്തേക്ക് ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും രൂപ കൊടുത്തത്. സത്യത്തിൽ അത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. സാറിനോടും കൂടി ആലോചിക്കാൻ നിന്ന ഐശ്വര്യടത്തയുടെ മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാ. അത് നന്നായെന്ന് ഞാൻ പറയൂ. നല്ലൊരു കാര്യം തന്നെയാ ശ്യാമ ചെയ്തത്. ഏറ്റവും നല്ലൊരു കാര്യത്തിന് ശ്യാമ ആ ക്യാഷ് കൊടുത്തത്. എന്തായാലും ഡിവോഴ്സ് പെറ്റീഷനിൽ ഐശ്വര്യടുത്ത് ഒപ്പിട്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ശ്യാമ കൊടുത്ത ക്യാഷ് വെറുതെ ആയില്ല. അരുണേട്ടന്റെയും അശ്വതിയുടെയും ശ്രീകുട്ടിയുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാ. മൊത്തത്തില് ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ. അത് ഏറ്റവും ഉചിതമായെന്ന് ആരും പറയൂ. ഇനി എന്തായാലും ഐശ്വര്യടുത്തേക്ക് ഡിവോഴ്സ് ചെയ്യുന്ന ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് വല്ലാത്തൊരു ട്രാപ്പിലാ വീണിരിക്കുന്നത്. പിന്നീട് ആലോചിക്കുമ്പോ അത് അബദ്ധമായെന്ന് അവർക്ക് തോന്നും. അപ്പോഴാ പ്രശ്നം തുടങ്ങുന്നത്. ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് താനാ. അത് സർ, എല്ലാത്തിന്റെയും ബുദ്ധി ശ്യാമയാണെന്ന് ഐശ്വര്യടുത്തേക്ക് നന്നായിട്ട് അറിയാം. ഇനി അവര് വെറുതെ ഇരിക്കില്ല. വയറ്റിലൊരു കുഞ്ഞുകൂടിയുള്ളതാ. കൂടുതൽ ശ്രദ്ധിക്കണം. ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ തന്നെയുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡിവോഴ്സ് കിട്ടി ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ശ്യാമ സൂക്ഷിക്കണം. ശരിക്കും സൂക്ഷിക്കണം. ഫ്ലെയിം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഇതെന്തിങ്ങനെ? ആദ്യേട്ടാ, മോളെന്ന് വിളിച്ചിരുന്നു. അച്ഛനമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനെന്താ, നമുക്ക് ഈ വീക്കിൽ തന്നെ മോളെ കാണാൻ ബാംഗ്ലൂർക്ക് പോവാം. ഞാനും ഇന്നലെ മോളെ സ്വപ്നം കണ്ടു. ആണോ? കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകൾ കുത്തിത്തുറന്ന് വൻ കവർച്ചാശ്രമം. എന്ത് ലോകം അത്? തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ എത്തിയവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവിധ വേഷങ്ങളിലെത്തുന്ന കവർച്ചാ സംഘം മിന്നൽ വേഗതയിലാണ് കൊള്ള നടത്തുന്നത്. രാത്രി വാതിലുകളും ജനലുകളും പൂട്ടി ജാഗ്രത പാലിക്കാൻ IG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ആദ്യേട്ടാ, സൂക്ഷിക്കണമല്ലോ. ശരിയാ, നല്ല ശ്രദ്ധ വേണം.
അരുൺ ഇന്ന് ഇവിടെ ഈ ബെഡിൽ കിടക്കണമെന്ന് എനിക്ക് വാശിയാ. അരുൺ നിക്ക്, ഞാൻ വിടില്ല. നമ്മുടെ ബെഡ്റൂമിൽ കിടന്നാ മതി എന്ന്. അരുൺ പോവരുത്. മാറിയുന്നു. ശരി, സമ്മതിച്ചു. മെഷീനറീസ് പുതിയത് വേണ്ട, നമുക്ക് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാം. ശരി. എന്റെ സംശയം എത്ര കറക്റ്റാ. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അരുൺ അവളെ കാണാൻ പോയി. ഇന്ന് ഈ നിമിഷം ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നില് അരുണോ അശ്വതിയും റെഡിയാക്കി കൊടുക്കും ഞാൻ. അരുൺ, നിന്നെ അശ്വതി എന്ന് കയ്യോടെ പൊക്കാൻ പോവാ. അതേട്ടാ, അത് നോക്ക്. അല്ല, നമ്മളിപ്പോ ടിവിയിൽ കണ്ടല്ലോ. അയ്യോ, അതേട്ടാ. ശബ്ദം ഉണ്ടാക്കല്ലേ. ശ്രദ്ധിച്ച് പതുക്കെ പോതേട്ടാ. അതേട്ടാ, ചെല്ലിങ്ങോട്ട്. കളിയല്ല, കളിയാ. എന്താ? താട പൂട്ടിക്ക. തലക്കടിക്കും. എന്താ എടുത്തേ? ഐശ്വര്യ എടുത്തിയോ? ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എന്താ അശ്വതീച്ചയുടെ റൂമിന് മുന്നിലെന്നാ ചോദിച്ചത്. അത് വല്ലാത്ത പനി. കുറച്ച് ചൂടുവെള്ളം മേടിക്കാൻ വന്നതാ. ചൂടുവെള്ളം കിച്ചണിലല്ലേ? ഈ മുറിക്കകത്താണോ? അത് ഐശ്വര്യ
സത്യം പറ, ഇവിടെ എന്തായിരുന്നു നിന്റെ പ്ലാനിങ്? എന്ത് പ്ലാനിങ്? സത്യം പറയാതെ നിന്നെ വിടില്ല. ഉറങ്ങിക്കിടക്കുന്ന അശ്വതിയും കുഞ്ഞിനും കൊല്ലാനല്ല നിന്റെ പ്ലാൻ. സത്യം പറയണം. സത്യം പറയടി. ദേ ഇപ്പൊ പോലീസിനെ വിളിക്കും. സത്യം പറ.